കല്യാണം കഴിഞ്ഞു വരുമ്പോ ഉം. നിന്നെ എന്റെ മുറിയിലേക്ക് തള്ളിവിടും. ബോറടിക്കുന്നു. അത് കഴിഞ്ഞിട്ടോ? നീ പതിയെ നടന്നു വരും. എന്നിട്ട്? നാണിച്ച് തല കുനിച്ച് നിൽക്കും. എന്നിട്ട്? ഞാൻ നിന്നെ നോക്കി നിൽക്കും. നീ എന്നെ കണ്ടിട്ടും കാണാത്ത പോലെ നിൽക്കും. അത് കഴിഞ്ഞ്? പാൽ ഗ്ലാസ് എടുത്തുകൊണ്ട് വരും. അത് കഴിഞ്ഞ്? അടുത്തേക്ക് വന്നിട്ട് ബോറടിക്കുന്നു. അത് കഴിഞ്ഞെന്താ? കുറച്ചുകൂടെ അടുത്തേക്ക് വന്നിട്ട് ബോറടിക്കുന്നുട്ടോ. അത് കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്യും. അത് കഴിഞ്ഞ്? ലൈറ്റ് അണയും. അത് കഴിഞ്ഞ്? അയ്യോ, ലൈറ്റ് ഓഫ് ആവുന്നു. അത് കഴിഞ്ഞ്? ലൈറ്റ് ഓഫ്. നിന്നെ ഉണ്ടല്ലോ. എടാ, ഗുഡ്സ് വണ്ടി പോലെ പുറകിന് വരാതെ എക്സ്പ്രസ് വണ്ടി പോലെ വാടാ. നീ പോയി ആ വരമ്പ് വെട്ടിയത് ശരിയാണോ നോക്കിട്ടോ. അപ്പോ എന്താ ഇത്? വെട്ടിവെച്ച വയൽ വരമ്പിൽ ഒരു ജോഡി പ്രണയ കിളികൾ. എന്താ ഗൗരിമോളെ ഇവിടെ? അത് വലിച്ച അത് പിന്നെ ഞാനും ചെമ്പകവും മാങ്ങ പറിക്കാൻ വന്നതാ വലിച്ച. എന്താ മോളെ ഇത്? തെങ്ങിന്റെ മൂട്ടിൽ നിന്നിട്ട് മാങ്ങ പറിക്കുകയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റൂ? എനിക്ക് മാങ്ങ തരികയാണല്ലേ? അത് വലിച്ച അത് പിന്നെ എന്താടാ അവിടെ? അത് അല്ല, ഉറുമ്പ്. അത് പിന്നെ കേറി ഞാൻ തട്ടി കളഞ്ഞു. ഉറുമ്പിനെ പിടിച്ചോ ഇല്ലയോ? എന്റെ മോളെ പിടിച്ചില്ലേ? എന്റെ മോൾക്കും നിന്നെ ഇഷ്ടമാണ്. രണ്ടുപേരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരുന്നോ? എന്താ? എന്റെ സൈഡ് ഓക്കെ. ഇനി എന്റെ അച്ഛന് ഒരു പ്രോബ്ലം ഇല്ല. സാറിന്റെ സൈഡ് എങ്ങനെയാ? അത് പിന്നെ എന്റെ അമ്മയോട് കൂടി ഒന്ന് സംസാരിക്കണം. സാറിന്റെ അമ്മയോടല്ലേ ഞാൻ സംസാരിക്കാൻ? നിക്ക്. ഇപ്പൊ മര്യാദക്ക് എന്റെ കൂടെ വരുന്നുണ്ടോ അതോ ഞാൻ നാട്ടുകാരെല്ലാം വിളിച്ച് കൂട്ടണോ? ഇപ്പൊ ഞാൻ വരണം, അത്രയല്ലേ ഉള്ളൂ. നീ മുമ്പിൽ പോ, ഞാൻ പുറകെ വരാം. ശരി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ മുമ്പിൽ പോ, നീ പുറകെ വന്നാ. അയ്യോ, ഇങ്ങനൊരു പേടിത്തുണ്ട്. അതെ, ഞാനകത്തോട്ട് വരട്ടെ? രാജു, ഞാനിപ്പോ വരുവേ. വാ മോളെ, വാ ഗൗരി മോളെ. അയ്യോ, ഇരിക്കണ്ടേ? അയ്യോ സാരല്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. മോനെ എടുത്തോണ്ട് വാടാ. അമ്മ പോയി എടുത്തോ. അല്ല, ആട് പുലി പുല്ല് കിട്ടുന്നൊക്കെ പറയുമായിരുന്നല്ലോ. അത് പിന്നെ അമ്മേ, പുലി ഇപ്പൊ പുല്ലൊക്കെ തിന്നു അമ്മേ. ഞാൻ എടുത്തോണ്ട് വരാം മോളെ. അകത്ത് പോ. അമ്മ ഇപ്പൊ വരും, അകത്ത് പോ. എന്നാ മോളെ. എങ്ങനെയുണ്ട് മോളെ? മോര് നന്നായിട്ടുണ്ട് രാജമ്മ. മോരാ? അത് പാലാ മോളെ? അത് തന്നെ, മോര് വന്നിട്ട് പാലായി. അല്ല, പാലും മോരായി. വളരെ നന്നായിട്ടുണ്ട്. പാലും മോര് നന്നായിട്ടുണ്ട്. പോയിട്ട് വരാം. ഒന്ന് വണ്ടി നിർത്തി. എന്തിനാടാ വണ്ടി നിർത്താൻ പറഞ്ഞേ? അങ്ങോട്ട് നോക്കി ചേച്ചി. വണ്ടി എടുക്ക. അഭിലാഷേ, നിർത്തടാ. സാർ, ഒന്നും അറിയാൻ നീ കളിച്ചോണ്ടിരിക്കുക. നിന്റെ പ്രേമഭാജനം PT ടീച്ചറില്ലേ ട്രാൻസ്ഫർ ആയി വേറൊരു സ്ഥലത്തേക്ക് പോവുക. നീ ഇവിടെ കുരങ്ങൻ ചാടുന്ന ഓരോ ചാടിക്കൊണ്ട് നില്ല്. ടീച്ചർ, ടീച്ചർ, ടീച്ചറേ. ടീച്ചറെ, നിങ്ങൾക്ക് ക്യാൻസർ വന്ന് ഈ നാട് വിട്ടു പോവുകയാണല്ലേ? അഭിലാഷ്, നിന്നോട് ഇത് ആരാ പറഞ്ഞത്? മലയാള സാറ് പറഞ്ഞു. അത് ക്യാൻസർ അല്ല, ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാ? ട്രാൻസ്ഫർ എന്ന
മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതാ. അയ്യോ, ഇത് അതിനേക്കാൾ വലിയ വേദനയാണല്ലോ ടീച്ചറെ. ഞാൻ കുറച്ച് ദിവസത്തേക്ക് വേണ്ടിട്ടാ പോകുന്നത്. പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. ടീച്ചറെ, ഞാൻ മനസ്സിൽ തൊട്ട് പറയുകയാണ്, ടീച്ചറിന്റെ ഹൃദയത്തിൽ പണിത താജ്മഹൽ ഈ സുന്ദരമായ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചിട്ട് പോവുകയാണോ ടീച്ചർ? ഇത് ശരിയാണോ ടീച്ചർ? അഭിലാഷ്, നിനക്ക് ബുദ്ധിയുണ്ട്, സൗന്ദര്യമുണ്ട്, അതിനേക്കാൾ കൂടുതൽ വയസ്സുണ്ട്. നീ വെറുതെ മനസ്സിനായിട്ട് വിഷമിപ്പിക്കില്ല അഭിലാഷ്. ടീച്ചർ, മനസ്സെന്ന് പറഞ്ഞ കേക്കാണോ ഓരോരുത്തർക്ക് മുറിച്ചു കൊടുക്കാൻ? ആകെ ഉണ്ടായിരുന്ന ഒരു മനസ്സ് ഞാൻ ടീച്ചർക്ക് സമർപ്പിച്ചു കഴിഞ്ഞില്ലേ? നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട് പറയൂ, അതവിടെ ഇപ്പോഴും ഇല്ലേ? അഭിലാഷ്, നീ ഒരു വിദ്യാർത്ഥിയാ, ഞാനൊരു ടീച്ചറും. ഒരു ടീച്ചറും ഒരു കുട്ടിയും പ്രേമിച്ച് കല്യാണം കഴിച്ച ഈ നാട്ടുകാർക്ക് എന്ത് പറയുമെന്നറിയോ? നമ്മളെ തരം താഴ്ത്തി കളയോ അഭി? സത്യമാണ് ടീച്ചർ, സത്യം. പക്ഷെ ഇതിന് വേറെ വഴിയൊന്നും ഇല്ലേ ടീച്ചറെ? ഉണ്ട് അഭി, ഒരേ ഒരു വഴിയുണ്ട്. പറയൂ ടീച്ചർ. നീ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ച് ഈ വർഷം 8ാം ക്ലാസ് പാസ്സായാല് അപ്പൊ നിനക്ക് ആ സ്കൂളിൽ നിന്ന് പുറത്ത് കിടക്കാലോ. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മള് കല്യാണം കഴിച്ച ആരും നമ്മളെ ഒന്നും പറയില്ലല്ലോ. ടീച്ചർ, ഞാൻ കോപ്പി അടിച്ചിട്ടാണെങ്കിലും പാസ്സായിരിക്കും. ടീച്ചർ ഈ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ എന്റെ പന്ത് ക്യാച്ച് എടുത്ത ഇതേ സ്ഥലത്ത് ടീച്ചറിനായി കാത്തിരിപ്പുണ്ടാവും ഞാൻ. ഇത് സത്യം. ഉള്ളിത്തട്ടി പറയാ ടീച്ചർ. ടീച്ചറെ, രാജാവിൻ പാർവൈ റാണിൻ പക്കം കൈത്തേ ഗൗരിമോളെ, സ്വർഗം. നിനക്കൊരു ലെറ്റർ ഉണ്ട്. എപ്പോഴും പോസ്റ്റ്മാൻ അല്ലേ ലെറ്റർ കൊണ്ടുവന്ന് കൊടുക്കുന്നേ? ഇന്നെന്താ നീ കൊണ്ടുവന്ന് കൊടുത്തേ? വെരി അൺയൂഷ്വൽ. സമയം പോയല്ലോ, ഇത് എവിടെ പോയി? രാജു, ഇപ്പൊ ടൈം എത്രയായി? 3 മിനിറ്റ് വൈകി. അതെ, ഞാൻ വരെ 3 മിനിറ്റ് ലേറ്റ് ആയതിന് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. 3 ദിവസം ആയാലോ. ഗൗരി, അച്ഛൻ എന്റെ പഠിത്തത്തെ പറ്റി സംസാരിക്കാൻ നാട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിനി പഠിക്കാൻ പോകുന്നില്ലല്ലോ. അച്ഛനോട് നമ്മുടെ കല്യാണക്കാര്യം സംസാരിച്ചിട്ട് എന്നെ പറ്റിക്കില്ലല്ലോ. ജീവിച്ചാലത് നിന്റെ കൂടെ തന്നെയാ, മരിച്ചാലും അത് നിന്റെ കൂടെയാ. സത്യം. നീ കുടിക്കുന്ന വെള്ളം മുതൽ താമസിക്കുന്ന വീട് പോലും എന്റെയാ. എന്റെ വീട്ടില് കൂലിപ്പണി എടുക്കുന്ന നീ എന്റെ വീട്ടിൽ നിന്ന് ബന്ധം സ്ഥാപിക്കാനാണോ മോനെ പറഞ്ഞു വിട്ടത്? എന്താ അമ്മ പറയുന്നേ? എടാ കാളി, ഇനി ഇവള് നമ്മുടെ പാടത്ത് ജോലി ചെയ്യണ്ട. 10 സ്ഥലത്ത് അലഞ്ഞു തിരിഞ്ഞാലേ ബുദ്ധി വരും.